ഞാൻ വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്തില്ല. ഈ മാസം തുടക്കത്തിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്ന് പ്രോമിസ് ചെയ്തായിരുന്നു. പക്ഷേ കുറേ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ വന്നു. എനിക്കിപ്പോഴും ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. അതെല്ലാം ഇനി എഡിറ്റ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം. കുറച്ച് സമയം എടുക്കും. കഴിഞ്ഞ ആഴ്ച ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തതായിരുന്നു. പക്ഷേ അത് എഡിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു. ഇത് തുടങ്ങുമെന്ന് പറഞ്ഞൊരു വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം കുറേ മെസ്സേജസ് വന്നുകൊണ്ട് എന്നാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് എനിക്ക് കുറേ പേഴ്സണൽ മെസ്സേജും കിട്ടുന്നുണ്ട്, ചേട്ടാ എപ്പോഴാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. കുറേ വീഡിയോസ് വരുന്നുണ്ട്. ഗ്രോസറി ഷോപ്പിംഗ്, സപ്ലിമെൻറ്റ്സ് എന്തൊക്കെ എടുക്കേണ്ടത്, ഡയറ്റ് എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്സ് എല്ലാം ഡിസ്ട്രിബ്യൂഷൻ എല്ലാം പഠിപ്പിക്കുന്ന വീഡിയോസ് വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺ. കാരണം കുറച്ച് സമയം എടുക്കും. ചില വീഡിയോസൊക്കെ നല്ല ക്വാളിറ്റിയിൽ എടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ സമയം കിട്ടാറില്ല. രാവിലെ 4:30 എഴുന്നേറ്റ് കിടന്ന ഓട്ടമാണ്. പേഴ്സണൽ ട്രെയിനിങ്ങിൻ്റെ ജോബാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ജിമ്മിനകത്താണ്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ജിമ്മിലാണ്. ഞാൻ ഇന്നത്തെ വീഡിയോ ചെസ്റ്റിനെ പറ്റി സംസാരിക്കുന്നത്. ചെസ്റ്റ് മസിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, ചെസ്റ്റിന് തിക്നെസ്സും വോളിയും എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള കുറച്ച് ടിപ്സും ട്രിക്സും ഞാൻ കാണിച്ചു തരാം. വീഡിയോ അനുസരിച്ച് കാണിച്ചു തരാം. ട്യൂട്ടോറിയൽ വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ ഈ വീഡിയോ മൊത്തം കാണാം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം എനിക്ക് ജനറ്റിക്കലി അത്യാവശ്യം നല്ലൊരു ചെസ്റ്റിൻ്റെ ഒരു ഷേപ്പ് ഉണ്ട്. എനിക്ക് പേഴ്സണലി ചെസ്റ്റ് മസിൽ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് വലിയൊരു പാടായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ എന്നാലും എൻ്റെ ഓഫ് സീസൺ, എൻ്റെ ഒരു ബൾക്ക് ചെയ്യുന്ന സമയം, കഴിഞ്ഞ കൊല്ലം ഞാൻ ബൾക്ക് ചെയ്തെടുത്തൊരു ടൈമിൽ ഞാൻ മിനിമം ആഴ്ചയിൽ 3 times ഞാൻ ചെസ്റ്റ് മസിൽസിന് വേണ്ടി വർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് ബോഡി ഫാറ്റെല്ലാം കുറച്ചപ്പോഴത്തേക്ക് എൻ്റെ ചെസ്റ്റ് മസിലിൻ്റെ ഫൈബേഴ്സായിരുന്നു ഏറ്റവും കൂടുതൽ തെളിഞ്ഞു നിന്നത്. ഏറ്റവും കൂടുതൽ മസിൽസിൻ്റെ ഒരു മെച്യൂരിറ്റി വന്നൊരു പോർഷൻ എൻ്റെ ചെസ്റ്റ് മസിലായിരുന്നു. അപ്പോൾ ഞാൻ ടീഷർട്ട് വരുമ്പോഴത്തേക്ക് എല്ലാവരും വേണം ചെസ്റ്റ് ഭയങ്കര ഡെവലപ്ഡാണ്. ചെസ്റ്റ് ഓവറോൾ നോക്കുമ്പോഴത്തേക്ക് എൻ്റെ ഡെൽറ്റോയിഡ് മസിൽസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇച്ചിരി ഓവർ ഡെവലപ്ഡ് ആയിരുന്നു. അപ്പം ഞാൻ 3 times a week ഞാൻ ചെസ്റ്റിന് വേണ്ടി ട്രെയിൻ ചെയ്യുമായിരുന്നു. എൻ്റെ ചെസ്റ്റ്, എൻ്റെ ബാക്ക്, പിന്നെ എൻ്റെ ട്രൈസെപ്സും ബൈസെപ്സുമാണ് എൻ്റെ ശരീരത്തിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് പോയിൻറ്റ്സ്. അപ്പോൾ ഈ 3-4 മസിൽ ഗ്രൂപ്പ്സ് ഞാൻ ആഴ്ചയിൽ ഒരു 3 തവണ വെച്ച് വർക്ക് ചെയ്യുമായിരുന്നു. അത്ര ഒരു നല്ല ഗ്രോത്ത് വരാനായിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ചെസ്റ്റിനെ പറ്റി പറയാം. എങ്ങനെയാണ് ചെസ്റ്റ് ഡെവലപ്പ് ചെയ്യേണ്ടത്, എങ്ങനത്തെ ടെക്നീക്കും എന്ത് വർക്കൗട്ടൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് വർക്കൗട്ടിന് മുന്നേ ചെസ്റ്റ് ആക്ടിവേഷൻ ചെയ്യേണ്ടത് എന്നും കൂടി പറഞ്ഞുതരാം. വർക്കൗട്ട് നിങ്ങളൊരു വെയിറ്റ് ട്രെയിനിങ് ചെയ്യുവാണെങ്കിൽ, നല്ല ഹെവി വെയിറ്റ് ട്രെയിനിങ് ചെയ്യുവാണെങ്കിൽ സ്ട്രെച്ചിങ് ചെയ്യേണ്ട ഇമ്പോർട്ടൻസ് ഉണ്ട്. എനിക്ക് വെയ്റ്റഡ് സ്ട്രെച്ചിങ് ആണ് കുറച്ചും കൂടെ, റെസിസ്റ്റൻസ് വെച്ചിട്ടുള്ള സ്ട്രെച്ചിങ് ആണ് കുറച്ചും കൂടെ എനിക്ക് പേഴ്സണലി നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. ഒരു പെർട്ടിക്കുലർ മസിൽസിനെ ഐസൊലേറ്റ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ ആ ഒരു മസിലിനെ ഡെവലപ്പ് ചെയ്യാനായിട്ടും ആ ഒരു മസിലിന് ടെൻഷൻ കൊടുക്കാൻ വേണ്ടി ഞാൻ ആ ഒരു ഏരിയ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള സ്ട്രെച്ചിങ് ആയിരിക്കും കൂടുതൽ ചെയ്യുന്നത്. ഞാൻ ബാക്കി രീതിയിലുള്ള ഡൈനാമിക് സ്റ്റാറ്റിക് സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊന്നും അങ്ങനെ ഫോക്കസ് ചെയ്യാറില്ല. പക്ഷേ നിങ്ങൾ ബിഗിനേഴ്സാണ്, നിങ്ങൾ തുടക്കക്കാരാണ്, ജിമ്മ് സ്റ്റാർട്ട് ചെയ്ത് വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി സ്ട്രെച്ചിങ് ചെയ്യണം. ഇതിനെപ്പറ്റി ഒരു നല്ലൊരു വീഡിയോ എൻ്റെ ഫ്രണ്ട് ബെലോ ഫിറ്റ്നസ്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാം, അത് കണ്ടിരിക്കണം. ഇപ്പം എൻ്റെ വീഡിയോ കാണുന്ന ആരാണെങ്കിലും ആ ഒരു വീഡിയോ കാണേണ്ടതാണ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. സ്ട്രെച്ചിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രെച്ചിങ് ചെയ്യണം. ഞാൻ സ്ട്രെച്ചിങ് അങ്ങനെ ചെയ്യാറില്ല. ഞാൻ ലെഗ് ഡേൻ്റെ അന്ന് അത്യാവശ്യം സ്ട്രെച്ചിങ് ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പർ ബോഡി ദിവസങ്ങളൊന്നും ഞാൻ അത്രയും സ്ട്രെച്ചിങ് ചെയ്യാറില്ല. ഞാൻ അതിനങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാറില്ല. പിന്നെ പവർ ലിഫ്റ്റിംഗ് എന്ന് വെച്ചാൽ സ്ട്രെങ്ത്തിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക്, ഇപ്പോൾ ബെഞ്ച് പ്രസ് ചെയ്യുവാണെങ്കിൽ, ബെഞ്ച് പ്രസ് ഞാൻ ഹെവി ലിഫ്റ്റിംഗ് ഫോക്കസ് ചെയ്യുവാണെങ്കിൽ, ഞാനിപ്പോൾ ഞാനൊരു 100 കിലോ ബെഞ്ച് പ്രസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ്. അന്ന് ഞാൻ കുറച്ചും കൂടെ ഹോൾ ബോഡി സ്ട്രെച്ചിങ് ചെയ്യും. ആ ഹോൾ ബോഡി സ്ട്രെച്ചിങ്ങും വെയ്റ്റഡ് സ്ട്രെച്ചിങ് ആയിരിക്കും. ഞാൻ അല്ലാണ്ട് നോർമൽ ബോഡി വെയ്റ്റ് സ്ട്രെച്ചിങ് ഞാൻ ചെയ്യാറില്ല. അത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നൊരു ഫോമാറ്റാണ്. എൻ്റെ ട്രെയിനിങ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാനായിട്ട് ഞാൻ കുറച്ചും കൂടെ ബോഡി ബിൽഡിംഗ് സ്റ്റൈലും പവർ സ്ട്രെങ്ത് ബിൽഡിങ്ങും അങ്ങനത്തെ രീതിയിലുള്ള ടെക്നീക്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫോമും കാര്യങ്ങളൊക്കെ വൃത്തിയാണെങ്കിൽ ഞാൻ സ്ട്രെച്ചിങ്ങിന് അത്രയും ടൈം കൊടുക്കാറില്ല. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി സ്ട്രെച്ചിങ് ചെയ്യണം. സ്ട്രെച്ചിങ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ വീഡിയോ ബെലോ ഫിറ്റ്നസ്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, പോയി കാണാം. ബെഞ്ച് പ്രസ് ആണ്. അപ്പോൾ ബെഞ്ച് പ്രസ് ആണ് ഞാൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നൊരു മൂവ്മെൻറ്റ്. ചെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ ഫസ്റ്റ് വർക്കൗട്ട് എപ്പോഴും ബെഞ്ച് പ്രസ് ആയിരിക്കും. ബെഞ്ച് പ്രസ് ഞാൻ കൂടുതലും ഇപ്പം ഞാൻ ബൾക്കിങ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ഹയർ റെപ്പിറ്റീഷൻസോ അല്ലെങ്കിൽ ഹയർ നമ്പേഴ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഫോളോ ചെയ്യുന്നില്ല. ഞാൻ സ്ട്രെങ്ത്ത് മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ. ഇൻ ദ സെൻസ് ഞാൻ ചെറിയ നമ്പേഴ്സ് എന്ന് വെച്ചാൽ 5x5 എന്നുള്ള സ്ട്രെങ്ത് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്, അല്ലെങ്കിൽ 3x3 എന്നുള്ള സ്ട്രെങ്ത് ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട്. സ്ട്രെങ്ത്ത് മെയിനായിട്ട് ലിഫ്റ്റിങ്ങും ഫോമും ടെക്നീക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് സ്ട്രെങ്ത് ട്രെയിനിങ്ങിൽ. എന്ന് വെച്ചാൽ ഒരു ലിഫ്റ്റ് എത്രമാത്രം നമുക്ക് ഡെവലപ്പ് ചെയ്യാം, ഇതാണ് സ്ട്രെങ്ത് ട്രെയിനിങ്. ബോഡി ബിൽഡിംഗ്
വേറെയാണ്. ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മസിൽസിനെ എങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്, ഒരു മസിൽസിന് എങ്ങനെ ആ ഒരു നല്ലൊരു തിക്നെസ്സും വോളിയം കൊണ്ടുവരുന്ന. ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞൊരു ആർട്ടാണ്. നമ്മളൊരു ശരീരം ക്രിയേറ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുന്നത് അതൊരു ആർട്ടാണ്. ഒരു ആർട്ടിസ്റ്റിക് വ്യൂവിൽ കാണണം. അപ്പം നമ്മൾ ബോഡി ബിൽഡിംഗ് ചെയ്യുന്ന എല്ലാവരും ഒരു ആർട്ടിസ്റ്റായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പം പഴയ ബോഡി ബിൽഡേഴ്സ് നോക്കുവാണെങ്കിൽ, ഇപ്പോഴത്തെ ക്ലാസിക് ബോഡി ബിൽഡേഴ്സ് നോക്കുവാണെങ്കിൽ എല്ലാവരും ആർട്ടിസ്റ്റിക് രീതിയിലാണ് അവരെല്ലാം കാണുന്നത്. അവരെല്ലാവരും ഒരു ഹെവി ലിഫ്റ്റിങ്ങും കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യാറില്ല. അവരുടെ ഒരു കപ്പാസിറ്റി അനുസരിച്ച് നമ്പേഴ്സ് ഒരു 12 to 15 ഇതിൻ്റെ ഇടയ്ക്ക് റെപ്സ് ചെയ്ത് ആ ഒരു മസിലിന് ടെൻഷൻ കൊടുത്ത് ആ മസിൽസ് മാക്സിമം ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ് ഒരു ബോഡി ബിൽഡറിൻ്റെ ഒരു കഴിവ്. സ്ട്രെങ്ത് ട്രെയിനിങ് ഡിഫറെൻ്റ് ആണ്. സ്ട്രെങ്ത് എന്ന് പറയുമ്പോഴത്തേക്ക് 5 repetitions അല്ലെങ്കിൽ 3 repetitions അല്ലെങ്കിൽ 1 reps ഇതൊക്കെയാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ ബെഞ്ച് പ്രസ് ചെയ്യാമെന്നായിരിക്കും. ബെഞ്ച് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ 1 rep max കാൽക്കുലേറ്റ് ചെയ്യാം, നിങ്ങളുടെ 3 rep max, നിങ്ങളുടെ 5 rep max. ഈ ഒരു ലിഫ്റ്റ് എന്ന് വെച്ചാൽ ഒരു 5 reps ഓവർ ടൈം ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ 3 reps ഓവർ ടൈം ഡെവലപ്പ് ചെയ്യുക, നിങ്ങളുടെ 1 rep max ഓവർ ടൈം ഡെവലപ്പ് ചെയ്യുക. അതാണ് സ്ട്രെങ്ത് ട്രെയിനിങ് അല്ലെങ്കിൽ പവർ ലിഫ്റ്റിംഗ്. അപ്പം ബോഡി ബിൽഡിങ്ങും പവർ ലിഫ്റ്റിംഗ് രണ്ടാണ്. അപ്പം സ്ട്രെങ്ത്തിൻ്റെ ദിവസങ്ങളിൽ സ്ട്രെങ്ത് ഫോക്കസ് ചെയ്യുക. അത് ഞാൻ എപ്പോഴും തുടക്കത്തിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ബെഞ്ച് പ്രസ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും തുടക്കത്തിൽ ബെഞ്ച് പ്രസ് ചെയ്യാൻ നോക്കും, കാരണം അതെൻ്റെ സ്ട്രെങ്ത് മൂവ്മെൻറ്റാണ്. അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു വർക്ക് തുടങ്ങാൻ വേണ്ടി നിങ്ങളുടെ ചെസ്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ആ ചെസ്റ്റ് മസിലിനെ ആക്ടിവേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫസ്റ്റ് സെറ്റിൽ തന്നെ എങ്ങനെയാണ് ആ ചെസ്റ്റ് മസിലിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്തെടുക്കുക. ഇതാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ടിപ്പും പിന്നെ ഫസ്റ്റ് വർക്കൗട്ടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണും. സൗണ്ടിൻ്റെ ക്ലാരിറ്റി അത്ര നല്ലതല്ല തോന്നും. ശ്രദ്ധിക്കുക, ഞാൻ ചെയ്യുന്ന ഫോമും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ശ്രദ്ധിച്ച് നോക്കാം. ഞാനിപ്പം ഉപയോഗിക്കാൻ പോകുന്നൊരു ടെക്നീക്ക് എന്ന് പറഞ്ഞാൽ ചെസ്റ്റ് വാമപ്പ് ചെയ്യും. നിങ്ങൾ ചെസ്റ്റ് വർക്ക് തുടങ്ങുന്നതിന് മുന്നേ ചെസ്റ്റ് വാമപ്പ് ചെയ്യുന്ന ഒരു ടെക്നീക്കാണ്. ഈ ഒരു മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് സെറ്റിൽ തന്നെ നിങ്ങളുടെ ചെസ്റ്റ് ആക്ടിവേറ്റ് ആവും. ചെസ്റ്റ് ആക്ടിവേറ്റ് ആയതിനു ശേഷം പിന്നെ ചെയ്യുന്ന മൂവ്മെൻറ്റ്സ്, പിന്നെ ചെയ്യുന്ന വർക്കും എല്ലാം നിങ്ങളുടെ ചെസ്റ്റിന് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് കിട്ടും. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സെറ്റ് നിങ്ങൾ വൃത്തിയായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ 3 sets അല്ലെങ്കിൽ 4 sets പെർഫോം ചെയ്യുകയാണെങ്കിൽ അത് നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ മസിൽസിന് മാത്രമായിട്ട് ആ ഒരു കോൺട്രാക്ഷൻ കിട്ടും. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം. ഞാനിപ്പം ശ്രദ്ധിക്കുന്നതാണ്, ബെഞ്ച് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാർ കാല് ഫ്രണ്ടോട്ട് വെക്കും. ഇങ്ങനെയാണ് മിക്ക ആൾക്കാരും ബെഞ്ച് പ്രസ് ചെയ്യും. കാല് ഫ്രണ്ടോട്ട് വെക്കും, ഫുള്ള് ഫ്ലാറ്റായിട്ട് കണ്ടിട്ട് എടുത്തിട്ട് ഷോൾഡർ വെച്ച് അനക്കാൻ നോക്കും. ജസ്റ്റ് അപ്പ് ചെയ്തില്ല, ഷോൾഡർ വെച്ച് അനക്കാം. പിന്നെ ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഹാഫ് റെപ്പിറ്റീഷൻസ് ആണ് മിക്ക ആൾക്കാരും ചെയ്യുന്നതാണ്. എന്ന് പറഞ്ഞാൽ മിക്ക ആൾക്കാരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് ഹാഫ് റെപ്പിറ്റീഷൻസും ചെയ്യും. കാല് സ്ട്രെയിറ്റ് ചെയ്ത് വെച്ചിട്ട് ബെഞ്ച് പ്രസ് പെർഫോം ചെയ്യും. പിന്നെ കുറേ വെയിറ്റ് ഇട്ടിട്ട് ഭയങ്കര ഹെവി ലോഡ് എടുത്ത് വെച്ചിട്ട് ഹാഫ് റെപ്പ് അടിക്കുന്നത്. നിങ്ങളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ ചെസ്റ്റ് ഡെവലപ്പ് ആകത്തില്ല. അത് ഗ്യാരൻറ്റീഡാണ്. നിങ്ങളുടെ മൂവ്മെൻറ്റ് മൊത്തം നിങ്ങളുടെ ഷോൾഡറിലോട്ടാണ്. അപ്പോൾ ഞാനിത് കുറേ പേര് ചെയ്യുന്ന കാണാറുണ്ട്. അവരുടെ ഷോൾഡേഴ്സിന് നല്ല റൗണ്ട്നെസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല റൗണ്ട് ഷോൾഡേഴ്സ് ഉള്ള ആൾക്കാരും വീക്ക് ചെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരും കാണുമ്പോൾ മനസ്സിലാവും അവർ ചെയ്യുന്നതിൻ്റെ മിസ്റ്റേക്കാണ്, അവർ വർക്ക് ചെയ്യുന്നതിൻ്റെ മിസ്റ്റേക്കാണ്. അപ്പോൾ ഒരു പെർഫെക്റ്റ് ബെഞ്ച് പ്രസ്, നല്ല രീതിയിൽ ഒരു ആക്ടിവേഷൻ കിട്ടണമെങ്കിൽ ഈ ഫോം ഉപയോഗിച്ചു ഒരു കറക്റ്റ് ടെക്നിക്ക്. കാലിവിടെ വെക്കുന്നത് എപ്പോഴും കാല് ബാക്കി വെക്കാം. ബാക്കി വെച്ചതിന് ശേഷം ഒന്ന് ഒരു ആർച്ച് കൊടുക്കാം. നിങ്ങളുടെ ബോഡി പോസ്റ്റർ എപ്പോഴും ആർച്ചായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. നിങ്ങളുടെ ബാക്ക് മസിൽ പുറത്ത് കിടക്കുന്നത് എപ്പോഴും ഉള്ളിൽ കിടക്കണം. എന്ന് വെച്ചാൽ ബെഞ്ചിൻ്റെ മുകളിൽ വേണം നിങ്ങളുടെ ബാക്ക് മസിൽ കിടക്കണം. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു ടെക്നീക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ചെസ്റ്റ് അപ്പാവും. അപ്പോൾ ബേസിക്കലി നിങ്ങൾ ബെഞ്ച് പ്രസ് ചെയ്യുക, നിങ്ങളുടെ ബാക്ക് പുറത്ത് കിടക്കുമ്പോൾ നിങ്ങളുടെ ചെസ്റ്റ് ഫ്ലാറ്റ് ആയിട്ടായിരിക്കും ബെഞ്ചിൽ കിടക്കുന്നത്. പക്ഷേ നിങ്ങൾ ആ ബാക്ക് മസിൽ ഈ ഒരു പോർഷൻ നിങ്ങളുടെ ലാറ്റ് മസിൽ ടൈറ്റ് ചെയ്ത് ഷോൾഡർ ബ്ലേഡ്സ് എല്ലാം ടൈറ്റ് ചെയ്ത് ബെഞ്ചിന് മുകളിൽ വെക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ ചെസ്റ്റ് ഔട്ടായിട്ട് നിൽക്കും. അപ്പം നോർമലി പിന്നെ വരുന്ന മൂവ്മെൻറ്റ്സ് മൊത്തം ചെസ്റ്റിലോട്ടായിരിക്കും.
ത്രസ്റ്റ്, പിന്നെ കുറച്ച് ഹാംസ്ട്രിങ് മൂവ്മെൻറ്റ്, ഇതെല്ലാം ഹെവി ആയിട്ടൊന്നും ചെയ്യേണ്ട. ജസ്റ്റ് ഒരു വാമപ്പ് ആയിട്ട് അതൊന്ന് പെർഫോം ചെയ്തിട്ട് പിന്നീട് നിങ്ങൾ ബെഞ്ച് പ്രസ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ലെഗ് ഡ്രൈവ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ലെഗ്സ് യൂസ് ചെയ്യാം ആ ഒരു ഫോഴ്സ് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു പുഷ് കൊടുക്കാനായിട്ട് നിങ്ങളുടെ ലെഗ്സ് യൂസ് ചെയ്യാം. പിന്നീട് നിങ്ങൾക്ക് നെക്ക് കുറച്ച് യൂട്ടിലൈസ് ചെയ്യാം. അതെല്ലാം പവർ ലിഫ്റ്റേഴ്സ് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ്. നെക്ക് കുറച്ച് പൊക്കി വെച്ചിട്ട് ബെഞ്ച് പ്രസ് ചെയ്യുന്നത്. അതാണ് എൻ്റെ ഫസ്റ്റ് മൂവ്മെൻറ്റ് ചെസ്റ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ചെസ്റ്റ് ഫോക്കസ് ചെയ്യാനായിട്ടാണ്. നിങ്ങളുടെ പെക്ക് മേജർ എന്ന് പറയും. പെക്ക് മേജർ മസിൽസാണ് ഈ ഒരു പോർഷൻ. എൻ്റെ ഒരു നിങ്ങളുടെ ക്ലാവിക്കൽ ബോൺ ഉണ്ട്, ഇവിടുന്ന് തൊട്ട് തുടങ്ങുന്ന ഒരു പോർഷനാണ് നിങ്ങളുടെ പെക്ക് മേജർ മസിൽസ്. അപ്പോൾ പെക്ക് മേജർ മസിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് കുറച്ച് ഫോർമാറ്റും ടെക്നിക്കൊക്കെ ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ ഇൻക്ലൈൻ ഡംബിൾ പ്രസ്, അല്ലെങ്കിൽ ഇൻക്ലൈൻ ബെഞ്ച് പ്രസ്, അല്ലെങ്കിൽ ഇൻക്ലൈൻ വെച്ചിട്ട് പ്ലേറ്റ് വെച്ചിട്ട് പുഷ് ചെയ്യുന്ന ഒരു മൂവ്മെൻറ്റ്. ഇങ്ങനെ കുറേ മൂവ്മെൻറ്റ്സ് ഉണ്ട്. പിന്നെ നിങ്ങൾ ഈ ഡിക്ലൈൻ കേബിൾ ക്രോസ് ഓവേഴ്സും ഈ കാര്യം, ഇങ്ങനത്തെ വർക്കൗട്ട്സ് ഒക്കെ ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ചെസ്റ്റിൻ്റെ അപ്പർ ഏരിയ കുറച്ചും കൂടെ ഡെവലപ്മെൻറ്റോ തിക്നെസ്സും വരാത്ത. ഞാൻ ആ ഒരു ആഴ്ചയിൽ 3 തവണ ചെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അപ്പർ ചെസ്റ്റിന് നല്ല ഫോക്കസ് കൊടുത്തത്. ഞാനിപ്പോൾ എൻ്റെ ബോഡി ഫാറ്റ് കുറച്ച് വെയിറ്റ് ഡ്രോപ്പ് ചെയ്ത് ഫാറ്റ് ഡ്രോപ്പ് ചെയ്ത് വന്ന് ഞാൻ 74 കിലോ ആയപ്പോഴത്തേക്ക് എൻ്റെ ഏറ്റവും കൂടുതൽ മസിൽസിൻ്റെ ക്ലാരിറ്റി വന്നത് അപ്പർ ചെസ്റ്റ് പോർഷനിലാണ്. അപ്പം നിങ്ങൾ മിനിമം നിങ്ങൾക്കൊരു വീക്ക് മസിൽ ഉണ്ടെങ്കിൽ ആഴ്ചയിൽ 3 തവണയെങ്കിലും ഫോക്കസ് ചെയ്യണം. നിങ്ങളുടെ ട്രെയിനേഴ്സ് പറയുന്ന പോലെ ഒരു ദിവസം ഒരു മസിൽ ചെയ്തിട്ട് അടുത്ത ആഴ്ച ഒരു മസിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മാസത്തിൽ 4 തവണ ഒരു മസിൽ ഹിറ്റ് ചെയ്യണം. അപ്പോൾ 12 മാസത്തിൽ 4 × 12 48 സെഷൻസാണ് നിങ്ങൾ ചെസ്റ്റിന് വേണ്ടി ഒരു കൊല്ലം കൊടുക്കുന്നത്. 48 സെഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാലത്ത് നിങ്ങളുടെ ചെസ്റ്റിന് ഒരു ഗ്രോത്തും വരാൻ പോകുന്നു. അതുകൊണ്ട് നിങ്ങൾ മസിൽസിന് വർക്ക് ചെയ്യുവാണെങ്കിൽ, നിങ്ങളൊരു മസിൽ ഡെവലപ്പ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ അതിന് മാക്സിമം ഫ്രീക്വൻസി കൊടുക്കുക, ട്രെയിനിങ് വോളിയം കൊടുക്കുക. വോളിയം എന്ന് പറഞ്ഞാൽ സെറ്റ്സും നമ്പർ ഓഫ് റെപ്പിറ്റേഷൻസും ആണ്. പിന്നെ വെയിറ്റും, ഇതാണ് വോളിയം. ഈ അടുത്ത വർക്കൗട്ടാണ് ഇൻക്ലൈൻ ഡംബൽ പ്രസ്.